SM ട്രാവൽ സ്റ്റോറീസിൻ്റെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഇതെന്താ SM ട്രാവൽ സ്റ്റോറീസിൻ്റെ ഇൻട്രോ ഏട്ടനും ഇല്ല അച്ഛനും ഇല്ലാതെ ഞാൻ തന്നെ ഇരുന്ന് പറയണേന്ന്. ആക്ച്വലി ഇത് എന്നെ സംബന്ധിച്ച് ഭയങ്കര പുതുമയുള്ളൊരു കാര്യമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫോണൊക്കെ പിടിച്ചിട്ട് വീഡിയോ എടുക്കുന്നത്. എനിക്കറിയില്ല ഇത് ശരിയാണോ, കിട്ടുന്നുണ്ടോ എന്ന് പോലും മര്യാദയ്ക്ക് എനിക്ക് നോക്കാൻ പറ്റണില്ല. പിന്നെ ഓക്കെ, അപ്പോൾ ഞാൻ എന്തിനാണ് ഈ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പം 13-ാം തീയതിയാണ്, ഫെബ്രുവരി 13. ആക്ച്വലി ഞാൻ ഇന്ന് ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ് 15-ാം തീയതി. അപ്പോൾ ഞാൻ അതിനൊരു ഭയങ്കര ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊരു പ്രാങ്കിൻ്റെ രീതിയിലാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അറ്റ് ദ എൻഡ് എന്തായാലും അത് ഹാപ്പി ആകണം, അതാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്കതെന്തോ ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുമോ ഇല്ലയോ ഒന്നും എനിക്കറിയത്തില്ല, ഇത് പ്രാങ്ക് പൊട്ടിപ്പോവോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാനിത് റെക്കോർഡ് ചെയ്യുവാണ്. അപ്പോൾ ഇപ്പോൾ 13-ാം തീയതി രാത്രി 9 മണിയായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നാളെ ഏട്ടനെ എൻ്റെ ഫ്രണ്ടിൻ്റെ കയറിത്താമസമാണെന്ന് പറഞ്ഞ് ഞാനൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കയറിത്താമസം പറയുമ്പം അതിനും ഞാനൊരു പ്ലാൻ ചെയ്തത്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഓൾറെഡി ആലപ്പുഴയിൽ. അപ്പോൾ അവളെ വിളിച്ചിട്ട് ഞാൻ അവളുമായിട്ടും കുറച്ച് ഡീലൊക്കെ ഉണ്ടാക്കിയിട്ട് അവളെ കൊണ്ട് ഞാൻ കുറച്ച് വോയിസ് മെസ്സേജ് കാര്യങ്ങളൊക്കെ അയപ്പിച്ചു. ഇങ്ങനെ കയറിത്താമസമാണ്, വരണം എന്നൊക്കെ പറഞ്ഞ്, നീ ഒന്ന് ചുമ്മാ അയക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവളെന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. അവളുടെ പേര് സുമയ്യ എന്നാണ്. എന്തായാലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ അവളോട് ഞാനൊരു താങ്ക്സ് എന്തായാലും ഈ വീഡിയോയിൽ പറയണം. അപ്പം അവൾ അങ്ങനെ ചെയ്തു. അപ്പോൾ എന്താണ് എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആക്ച്വലി അവളുടെ താമസമൊന്നുമല്ല, ഞാൻ അവിടെ ഏട്ടനറിയാതെ ആലപ്പുഴയിൽ ഒരു സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റേയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഈ പ്രാങ്ക് എല്ലാം പൊളിച്ച് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ ഒരുമിച്ച് അതൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് ഒരു പ്രാങ്കിൻ്റെ ഇൻട്രോ മാത്രമാണ്. അപ്പോൾ ഞാൻ ആ സ്റ്റേയിലോട്ട് ഏട്ടനറിയാതെ ഏട്ടനെ കൊണ്ടുപോകാം. ഏട്ടൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കത്തില്ല എന്തായാലും ഞാൻ ഇങ്ങനൊരു പരിപാടി ചെയ്യുമെന്ന്. കാരണം എനിക്കതിനുള്ള വിവരമൊന്നും ഉണ്ടെന്ന് ഏട്ടൻ ചിന്തിക്കത്തേ ഇല്ല. ബിക്കോസ് ഞാൻ തന്നെ ഇപ്പോൾ അത്ഭുതപ്പെട്ടിരിക്കുക. ഞാനൊരു സ്റ്റേ ഒക്കെ വിളിച്ച് ബുക്ക് ചെയ്ത് അവരെ വിളിച്ചെല്ലാം ചോദിച്ച് റെഡിയാക്കി. എനിക്കറിയില്ല ഇത് പൊട്ടുമെന്ന്. കാരണം ഞാൻ ഇപ്പോൾ പെട്ടിയിലെല്ലാം നച്ചു ഞാനും കൂടെ എല്ലാം പാക്ക് ചെയ്തു, എല്ലാം എടുത്ത് വെച്ചപ്പോൾ ഇന്ന് ഏട്ടൻ നൈറ്റ് പോയൊക്കെ ഇവിടെ ഇല്ല. അപ്പം ഞാൻ എല്ലാം എടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ അത് ഏട്ടനറിയാതെ എനിക്കത് കാറിൻ്റെ ഡിക്കിയിൽ കയറ്റണം. എന്നിട്ട് രാവിലെ ഏട്ടൻ വരുമ്പം, ഞങ്ങൾ നൈറ്റ് കഴിഞ്ഞ് രാവിലെ വരുമ്പം ഞങ്ങൾ റെഡിയായി നിൽക്കണം എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഞങ്ങളൊരു 12 മണിക്ക് അവിടെ ചെക്ക് ഇൻ. അപ്പോൾ അതിന് കണക്കാക്കി കയറിത്താമസത്തിന് പോകാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ റെഡി ആയിട്ട് ഞങ്ങൾ പോകും. അപ്പോൾ അവൾ അയച്ചു തന്ന ലൊക്കേഷനാണെന്ന് പറഞ്ഞ് ഞാൻ ഇടുന്നത് നമ്മുടെ റിസോർട്ടിൻ്റെ ലൊക്കേഷനായിരിക്കും. അവിടെയൊക്കെ എനിക്ക് ടെൻഷനുണ്ട്, അതൊക്കെ പിടിക്കുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് ഞാൻ ബർത്ത്ഡേക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ്. കാരണം ഞാൻ കുറേ ഗിഫ്റ്റൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. ഗിഫ്റ്റ് ഐഡിയാസ് ഒക്കെ പൊട്ടിപ്പോയി. കാരണം എല്ലാ ഗിഫ്റ്റും ഏട്ടൻ തന്നെ കണ്ടു. ബിക്കോസ് അതെല്ലാം ഡെലിവറി ചെയ്ത സമയത്ത് അതെല്ലാം മേടിക്കാൻ ഏട്ടൻ തന്നെ ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എൻ്റെ ഗിഫ്റ്റ് കൊടുക്കൽ ഐഡിയാസൊക്കെ പൊട്ടിപ്പോയി. അപ്പം ഞാൻ ഈ ഒരു ഐഡിയ എങ്കിലും പൊട്ടാതെ നോക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്ക് നാളെ കാണാം. അപ്പം ഞാൻ നാളെ എന്തായാലും ഏട്ടൻ്റെ കൂട്ടത്തിൽ പോകുമ്പം ചുമ്മാ വെറുതെ ഇങ്ങനെ റാൻഡമായിട്ട് എന്തെങ്കിലുമൊക്കെ ഷോർട്സ് എടുക്കും. അന്നേരം ഞാൻ ചിലപ്പോൾ ചുമ്മാ വീണ്ടും ഒരു ഇൻട്രോ ഒക്കെ പറയും. അപ്പോൾ ഓക്കെ, ബൈ. നമുക്ക് പ്രാങ്ക് എന്താവും എന്ന് നോക്കാം. ഏട്ടൻ പറ്റിക്കപ്പെടുമോ, ഞാൻ എൻ്റെ പ്ലാനൊക്കെ പൊട്ടി ഞാൻ ചമ്മൂ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ആലപ്പുഴയിലാണ് സ്റ്റേ എടുത്തിരിക്കുന്നത്. അപ്പോൾ നാളെ രാവിലെ ഒരു 10-11 ആകുമ്പോൾ ഞങ്ങൾ പോകും. ബാക്കിയൊക്കെ അതിൽ കാണാം. ടാറ്റാ, ബൈ. ചേച്ചി പറഞ്ഞേ, ഹലോ പറഞ്ഞേ. SM ട്രാവൽ സ്റ്റോറീസിന്റെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളെവിടെ പോവാന്ന് പറഞ്ഞേ? കടലിൽ പോവാ. ഹലോ ഗൈസ്, ഹലോ ഗൈസ്. എന്തായാലും അവള് തുടങ്ങിയല്ലേ, ഞാൻ വീഡിയോ എടുത്തേ. ഹലോ ഗൈസ്. അപ്പൊ ഇന്ന് എന്റെ കൂടെ 7th വരെ പഠിച്ച എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കയർ താമസമുണ്ട്. അപ്പൊ നമുക്ക് ചെറിയൊരു 1 ഡേ വ്ളോഗ് ഇട്ടാലോ? ചുമ്മാ അച്ഛനെ കൊണ്ട് പറയിപ്പിച്ച് തുടങ്ങിയപ്പോൾ ചെറുതായിട്ടൊരു പഴയ വ്ളോഗർ മൂഡ് കയറിയതാണ്. ഒന്നുമില്ല, എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്, സുമയ്യ എന്നാണ് പേര്. അവളുടെ ഹൗസ് വാമിങ് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ അതിന് പോവാണ്. ആലപ്പുഴയാണ് സ്ഥലം.
ആലപ്പുഴ എവിടെ അല്ല, അതെ ഏട്ടനുണ്ട്. ഞങ്ങൾ 3 പേരുടെയാണ് പോകുന്നത്. അപ്പൊ എവിടെയാ? തുമ്പോളിയാണ് അവളുടെ സ്ഥലം. അപ്പൊ നമുക്കിന്ന് തുമ്പോളിയിലെ കാഴ്ചകൾ കാണാം. അച്ചു കടലിൽ പോവാണ് അല്ലേ? ബൈ 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 പറയും. ഹലോ, ഹാപ്പി വാലൻസ് ഡേ. അപ്പൊ ഇന്ന് ഡേറ്റ് ഫെബ്രുവരി 14th ആണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ SM ട്രാവൽ സ്റ്റോറീസിന്റെ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പ്രണയ ദിനാശംസകൾ. ഹാപ്പി വാലന്റൈൻസ് ഡേ. നച്ചു പറയാവോ? ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹാപ്പി ബർത്ത്ഡേ നച്ചു. ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ കേട്ടോ. അപ്പൊ ഇന്ന് ചുമ്മാ ഈ ഫോൺ ഇങ്ങനെ പിടിച്ചപ്പോ ചുമ്മാ രസം തോന്നിട്ട് ഇങ്ങനെ വ്ളോഗ് എടുക്കുക കേട്ടോ. ഇത് ഇടുവോ ഇല്ലെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. വെറുതെ ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ നച്ചുവിനെ കാണിച്ച് ഞാൻ എടുത്തപ്പോ എനിക്ക് വെറുതെ ഒരു കൗതുകത്തിന് ഞാനിങ്ങനെ പിടിച്ചെടുത്തോണ്ടിരിക്കുക. അപ്പൊ ഇന്ന് ഞങ്ങൾ പറഞ്ഞ പോലെ കയർതാമസത്തിന് പോവാണ്. അപ്പൊ എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ 7ാം ക്ലാസ് വരെ എൻ്റെ കൂടെ പഠിച്ച ആളാണ്. പക്ഷെ ഞങ്ങളിപ്പോഴും കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവൾ വളരെ കാര്യമായിട്ട് ഞങ്ങളെ അവളുടെ വീടിൻ്റെ കയർതാമസമാണ് വരണം എന്ന് പറഞ്ഞ് ഭയങ്കര കാര്യമായിട്ട് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് രാവിലെ ഞങ്ങൾ ഒരുങ്ങി കെട്ടി പോവുകയാണ്. ഏട്ടൻ രാവിലെ നൈറ്റൊക്കെ കഴിഞ്ഞ് വന്നു. ഏട്ടൻ അപ്പം എന്നോട് പറയുകയും ചെയ്തു, സുമയ്യ അത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ വ്ളോഗൊക്കെ എടുത്തിടുവാണെങ്കിൽ ഒരു കാര്യം പറയാന്ന് വെച്ചാൽ, ഏട്ടൻ എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കര ഇതായിരുന്നു. കാരണം നിങ്ങളൊക്കെ ഇപ്പോഴും 7ാം ക്ലാസ് വരെ പഠിച്ച ആൾക്കാരുമായിട്ടൊക്കെ സ്റ്റിൽ ഒരു കോണ്ടാക്റ്റും ടച്ചും ഒക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അത് ശരിക്കും നല്ലൊരു കാര്യമാട്ടെ. ഈ പ്രണയദിനം പോലെ തന്നെ സുഹൃത്ത് ബന്ധങ്ങൾ നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നൊക്കെ ഉണ്ടെങ്കിൽ വലിയ കാര്യം അല്ലേ ഏട്ടാ? ഞങ്ങൾക്കൊക്കെ ഉള്ള ഫ്രണ്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും കണ്ടാ വേണ്ടി അങ്ങനെ ആ ഒരു ഫ്രണ്ട്സ് കണ്ട് ചിരിച്ചു കാണിച്ച് ഹലോ പറഞ്ഞ് പോകുന്നതല്ലാതെ ഇപ്പോഴും ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ വിളിക്കുന്നത്, അത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യമാണ്. 7 അല്ലെങ്കിൽ അതിന് താഴത്തെ ക്ലാസ്സിൽ പഠിച്ചതുമായിട്ട് ഇപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു കോണ്ടാക്ട് ഇല്ല. പക്ഷെ അതുവരെ കീപ്പ് ചെയ്തോണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. അടിപൊളി. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. അപ്പൊ എന്തായാലും ഞങ്ങളവിടെ ചെല്ലുമ്പോ വേറെ ഫ്രണ്ട്സ് ഒക്കെ വരുമെന്നാ പറഞ്ഞത്. അപ്പൊ എന്തായാലും അവിടെ ചെല്ലുമ്പോ നോക്കാം ആരൊക്കെ കാണും, എന്തോ എങ്ങനെ എന്തൊക്കെ ഉണ്ടാവും. ആരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി പഴയ ഫ്രണ്ട്സിനെയൊക്കെ കൂടിയിട്ട് നമുക്ക് എല്ലാവരും ഇതിനകത്ത് ഉൾപ്പെടുത്താം. ഓക്കെ, സമയം ഞങ്ങൾ ഇച്ചിരി വൈകിട്ടുണ്ട്. അവളൊരു 12 മണിയൊക്കെ കഴിയുമ്പോൾ എത്തണം എന്ന് പറഞ്ഞു. ഞങ്ങൾ 12:30 എത്തണം എന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റായി. അപ്പം അതുകൊണ്ട് ഞങ്ങൾ 1 മണിയൊക്കെ ആകുമ്പോൾ എത്തുമായിരിക്കും. അപ്പം ഇനി എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ അവരെയും കൂട്ടി പറയാം. ഓക്കെ, ടാറ്റ പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് നച്ചിനെ കൂടി ടാറ്റ പറഞ്ഞിരിക്കും. നച്ചിന് ബോറടിക്കും. എന്ത് കണ്ടോന്ന് വെച്ചേ? പമ്പ് കണ്ടു. സ്വപ്പം മ്യൂസിക് കേൾക്കാം. രമ്പടയുടെ ചെമ്പട കുട്ടിക്കോലം തുള്ളും താളം, ഇന്നക്കരെ ഉള്ളവൻ ഇക്കരെ എത്തും തക്കിട തരികിട വേണം. ഇത് മാമല മേലെ സൂര്യനദിക്കും പുലരിക്കതിരൻ വള്ളിത്തേൻ, കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേനാണേ. നെൽമുരുകാരോഹരാ വേലായുധാരോഹരാ. SM ട്രാവൽ സ്റ്റോറീസിന്റെ പ്രേക്ഷകർക്കായി നച്ചു സമർപ്പിക്കുന്ന പാട്ട് ഏതാണ്? എപ്പോ പഠിപ്പിച്ച പാട്ട് പഠിക്കും? സരിഗമ. ഞങ്ങൾ ഇപ്പോഴും ശാസ്ത്രീയ സംഗീതമൊക്കെ അഭ്യസിച്ച് വരികയാണ്. ഈശ്വര, എവിടെ പാർക്കിംഗ്? കൂട്ടുകാരി അവിടെ പോയി. കൂട്ടുകാരി വരും. കൂട്ടുകാരി വരുന്നുണ്ട്.
ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇറങ്ങ്, ബാക്കി ഞാൻ പറയാമാ. ഇറങ്ങ് ഇറങ്ങ്. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ ഇത്? എന്തൊക്കെയാ? എന്താ പറ, എനിക്കറിയില്ല. എന്താണ് തോന്നുന്നത്? നല്ല ഒന്നൊന്നര ഫീലിംഗ് ആണ്. അയ്യോ, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എന്താ സംഭവിച്ചത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഗൈസ്. നമുക്ക് നോക്കാം. ഞങ്ങൾ ആക്ച്വലി ഇവിടെ വന്നപ്പോ ഇവിടെ തോമസ് എന്ന് പറഞ്ഞ ചേട്ടനെ വിളിച്ചാൽ മതി എന്നാ പറഞ്ഞ. ചേട്ടൻ ഇങ്ങോട്ട് വിളിച്ചു കറക്റ്റ് ടൈമില്. ചേട്ടൻ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം ഞാൻ ശരിക്ക് എനിക്ക് ഫ്രണ്ട് അയച്ചു തന്ന വോയിസ് ഒക്കെ കേട്ട് കേൾപ്പിച്ച്. അപ്പം ഞാനത് ഭയങ്കരമായിട്ട് വിശ്വസിച്ച് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയേക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. പക്ഷെ എന്താ സംഭവം എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നമുക്ക് വിശദമായിട്ട് പറയാം ഗോയ്സ്. നമ്മൾ നിൽക്കാൻ പോകുന്ന കോട്ടേജ്. കമോൺ, വരൂ ഗൈസ്. ഊഞ്ഞാലേ എന്റെ സർപ്രൈസ് പൊളിച്ചു ഗൈസ്. എന്റെ സർപ്രൈസ് പൊളിച്ചു. ഏട്ടൻ ഞെട്ടി, ഏട്ടൻ ഞെട്ടി, ഏട്ടൻ ഞെട്ടി, ശരിക്കും ഞെട്ടി. ഇനി ചേട്ടൻ്റെ ബാക്കി കഥകൾ നമുക്ക് നേരിട്ട് കേൾക്കാം. ഏട്ടൻ ഞെട്ടി ഗൈസ്, ഞെട്ടി. ഏട്ടൻ ഞെട്ടി നേട്ടാ. പിന്നെ ഞെട്ടിപ്പോയി. കാരണം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല, ഒട്ടും വിചാരിച്ചില്ല. ശരിക്ക് ഞാൻ എന്താ സംഭവിച്ചതെന്ന് പോലും മനസ്സിലായില്ല. ഞാനോട്ട് വഴി തെറ്റിപ്പോയി. ഇവിടെ നേരെ ഇതിന്റെ മുമ്പിലേക്ക് അവളാണെങ്കിൽ എന്നെ ചീത്ത പറഞ്ഞു കേട്ടോ. ഏത് കൂട്ടുകാരിയുടെ ഇതാണ്, കൂട്ടുകാരിയുടെ തന്നെയാണോ നോക്കുന്നതൊക്കെ ചീത്ത വിളിച്ചു കേട്ടോ. അങ്ങനെയല്ല ചോദിച്ചാൽ ലൊക്കേഷൻ ഇട്ട് നമ്മൾ റിസോർട്ടിലേക്ക് കയറുന്നോട്ട് ചെല്ലുന്നത്. ആ റിസോർട്ടിന്റെ ബോർഡ് കാണുന്നു, പിന്നെ തിരിക്കാനുള്ള സ്ഥലവും ഇല്ല. അപ്പോഴാണ് ഞാൻ ചോദിച്ചത് എങ്ങോട്ടാ ലൊക്കേഷൻ ഇട്ടേക്കുന്നത്, കൂട്ടുകാരിയുടെ തന്നെയാണോ വീട്ടെ മാറിപ്പോയോന്ന് ചോദിച്ചു. അച്ഛ പറ്റിച്ചേ. ഓക്കെ വാ. പെട്ടിയൊക്കെ ഞാൻ ഒളിപ്പിച്ച് ഇതിനടിയിൽ കയറ്റി വെച്ചിരിക്കുകയാണ് ഗൈസ്. എന്റെ പൊന്നോ, ഇതൊക്കെ എപ്പോഴാണ് നടന്നത്? എന്തായാലും ഞാൻ വണ്ടിയുടെ താക്കോലുമായിട്ടാണ് പോയത്. അതുകൊണ്ട് അവർക്ക് പറ്റിയിട്ടില്ലായിരുന്നു. രാവിലെ വന്നിട്ട് വെച്ചാൽ യെസ്, അത് മാത്രം എൻ്റെ ഒരു പ്ലാൻ പൊട്ടിപ്പോയി. ആക്ച്വലി ഞാൻ ഇന്നലെ രാത്രി തന്നെ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് വെക്കണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ ഏട്ടൻ താക്കോലുമായിട്ട് പതിവില്ലാതെ ജോലിക്ക് പോയി. അപ്പോൾ അതിൻ്റെ പ്ലാൻ ഒന്ന് പാളി. അപ്പോൾ ഞങ്ങളുടെ ഫുൾ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങളിപ്പോൾ ചെല്ലുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ പൊന്നോ, ഈ വ്ളോഗ് ഒരു സ്പെഷ്യൽ വ്ളോഗ് ആയിരിക്കും കേട്ടോ. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ മാളു സാറിന് ഗിഫ്റ്റൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ബർത്ത്ഡേ ആകുമ്പോൾ തരും. അപ്പം അത് ഇത്തവണ ഒരു ഗിഫ്റ്റ് തന്നത് ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഈ ഷൂ ആയിരുന്നു. ഷൂ ഗിഫ്റ്റ് കിട്ടി. പക്ഷെ അത് ഗിഫ്റ്റ് വന്നത് നേരത്തെ വന്നു, ഓർഡർ ചെയ്ത് നേരത്തെ വന്ന് എൻ്റെ കയ്യിൽ തന്നെ നേരെ വന്നു. അപ്പം ബർത്ത്ഡേയുടെ അന്ന് ഗിഫ്റ്റ് തരാനായിട്ട് ഇല്ലാതെ നേരെ എൻ്റെ കയ്യിൽ വന്നു. അപ്പം ആ സർപ്രൈസ് പോയതിൻ്റെയൊക്കെ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേറെ എന്തൊക്കെ ഓർഡർ ചെയ്തൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴത്തേക്കും ഞാൻ കണ്ടായിരുന്നു ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാ സർപ്രൈസും പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാനും ഓർത്തതാണ് ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ, സർപ്രൈസുകളൊക്കെ പോയി. പിന്നെ ഇവരാരെങ്കിലും നാളെ ആരെങ്കിലും കൂടുന്നുണ്ടോ ബർത്ത്ഡേ ആയിട്ട്, ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണേൽ ലീവ് എടുക്കാം എന്നൊക്കെയുള്ള പ്ലാനിങ് മാത്രമേ ഇരുന്നേ. അപ്പോൾ ഇന്നൊരു മറ്റേ കയർത്താമസം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചുകൊണ്ട് പോന്നിട്ട് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് കണ്ടോ എവിടെയാണെന്ന് പറഞ്ഞ് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഇതിന് സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ട കുറേ ആൾക്കാരുണ്ട്. അതിൽ ഒരാളാണ് സുമയ്യ. ഇപ്പോൾ ഞങ്ങൾ കഥയിലെ കഥാപാത്രം, മെയിൻ കഥാപാത്രം. അവളോട് ഞാൻ ആദ്യമേ തന്നെ ഇങ്ങനെ പറഞ്ഞായിരുന്നു, എടി എൻ്റെ ഹസ്ബൻഡ് വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ നീ എനിക്ക് കുറച്ച് വോയിസ് ആയിട്ട് നീ നിൻ്റെ കീർത്താമസം വിളിക്കുന്ന പോലെ എന്നെ ഒന്ന് വിളിക്കണം, എന്നാലേ എനിക്ക് ഈ പ്ലാൻ ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ എനിക്ക് നല്ല കാര്യമായിട്ട് തന്നെ എന്നെ കീർത്താമസം വിളിക്കുന്ന ആൾ വോയിസൊക്കെ അയച്ചു. ഞാൻ ആലപ്പുഴയിൽ ബീച്ചിൻ്റെ അടുത്തായിട്ട് ഒരു സ്റ്റേ പുള്ളി അറിയാണ്ട് ബുക്ക് ചെയ്തു.
ഫെബ്രുവരി 14-ാം തീയതിയിലേക്ക്. അപ്പം ഞാൻ ഏട്ടനെയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോകണം. 14-ാം തീയതി അങ്ങോട്ട് പോകണം. അപ്പം ഞാൻ ആദ്യം ഓർത്ത് കൊച്ചിനെ ബീച്ചിൽ കളിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകാം എന്നൊക്കെ ഓർത്തെ. പക്ഷെ അതൊക്കെ ചിലപ്പോൾ പുള്ളിക്ക് ഡൗട്ട് അടിക്കും. ഈ നട്ടുച്ചയ്ക്കാരാ ബീച്ചിൽ പോകുന്നതൊക്കെ വേണമെങ്കിൽ ചോദിക്കും എന്നോട്. അപ്പം നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. നീ നാളെയോ വല്ലതും പകല് നീ എനിക്കൊരു വോയിസ് ഇങ്ങോട്ടിടണം. നീ എന്നാ പറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് എനിക്ക് ആലപ്പുഴയിലുള്ളൊരു ഫ്രണ്ട് നീ ആണെന്ന് പുള്ളിക്ക് അറിയാം. അപ്പം നീ എന്നാ ചെയ്യണമെന്ന് അറിയാമോ? നീ നിന്റെ കയറി താമസം വിളിക്കുന്ന പോലെ എന്നെ ഒരു വോയിസ് ഇട്ട് വെക്കണം ഇതിനകത്തോട്ട്. ഹലോ, ഒരു മഞ്ജുഷ, എന്നാണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? കൊച്ചെന്നാ പറയുന്നു? പിന്നെ നീ ഇപ്പോൾ എവിടെയാ? പിന്നെ നീ ഗ്രൂപ്പിലെ മെസ്സേജ് കണ്ടു കാണുമല്ലോ. ഫെബ്രുവരി 14-ാം തീയതി ഞങ്ങളുടെ കയറി താമസമാണ്. അപ്പം നീയും നിൻ്റെ ഹസ്ബൻഡും കുഞ്ഞുമൊക്കെ നേരത്തെ എത്തിയേക്കണം. ഉച്ചയ്ക്കാണ് പരിപാടി. അപ്പം എത്താതിരിക്കരുത്. ഇതിന് മുമ്പ് കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ വിളിച്ചിട്ട് നീ എത്തിയിട്ടില്ല. ഉറപ്പായിട്ട് നീ വരണം. വന്നില്ലെങ്കിൽ നമ്മൾ ആ ഒരു ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നതാണ്. നീ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ നിന്നായിട്ട് ഒരു കൂട്ടും കാണത്തില്ല. ഉറപ്പായിട്ട് നീ എത്തണം. വരാതിരിക്കുകയും ചെയ്യരുത്. നീയും ഹസ്ബൻഡും കുഞ്ഞും കൂടെ ഒരു 11:30-12 മണി ആ ടൈമിലാണ് പരിപാടി. പിന്നെ നിന്റെ ഫുഡിൻ്റെ കാര്യമൊക്കെ എനിക്കറിയാം. വെജിറ്റേറിയൻ ഫുഡുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നീയും ഹസ്ബൻഡും കുഞ്ഞും കൂടെ വന്നിരിക്കണം. ആ വോയിസ് ഒക്കെ കേട്ടിട്ട് ഏട്ടൻ എന്തായാലും അത് വിശ്വസിച്ചു. പിന്നെ വീട്ടിൽ അമ്മയ്ക്ക് അച്ഛനൊക്കെ അറിയാം ഞങ്ങൾ നാളെ വരുള്ളൂ എന്നറിയാം. അമ്മയും കൂടിയാണ് ഞങ്ങൾ എല്ലാം വെട്ടിയൊക്കെ എടുത്ത് വണ്ടിക്കകത്തൊക്കെ കയറ്റിയൊക്കെ വെച്ചത്. അവർക്ക് എല്ലാവർക്കും അറിയാം. ആകെ ഏട്ടന് മാത്രമേ അറിയത്തുള്ളൂ. എൻ്റെ വീട്ടിലെല്ലാവർക്കും അറിയാം, ഇവിടെ എല്ലാവർക്കും അറിയാം. ഏട്ടന് മാത്രമൊന്നും അറിയില്ല. ഇവൻ നച്ചിന് തന്നെ അറിയാം ഞങ്ങൾ ബീച്ചിൽ പോവാട് നാളെ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ് നച്ചും പോകുന്നത്. എന്തായാലും പക്ഷെ ഞാൻ ആക്ച്വലി ബുക്ക് ചെയ്ത റൂം ഇതല്ല. അതെന്താ മാറിപ്പോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ബുക്ക് ചെയ്ത റൂമിൻ്റെ പിക്സ് ഞാൻ വേണേൽ കാണിച്ചു തരാം. പക്ഷെ അത് കുറച്ചും കൂടി രസമായിരുന്നു കാണാനായിട്ട്. അവിടെ എന്തോ പണി നടക്കാമെന്നൊക്കെ അവർ പറഞ്ഞ് എനിക്കറിയില്ല. അതെനിക്കൊരു ചെറിയ സാറ്റിസ്ഫാക്ഷൻ ഇഷ്യൂ ഉണ്ട്. കാരണം ഞാൻ ഇത് അപ്സ്റ്റേഴ്സിലാണ്. ഞാൻ ബുക്ക് ചെയ്ത റൂം ആക്ച്വലി നേരെ ബാക്കിലോട്ടുള്ള ഡോർ തുറക്കുമ്പോഴേ ബീച്ചിലോട്ടുള്ള മണ്ണിലോട്ട് ഇറങ്ങി പോണ പോലത്തെ ഒരു ഇതാണ്. അപ്പം എനിക്ക് ഭയങ്കര ഒരു പ്രതീക്ഷയായിരുന്നു രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ബീച്ചിലോട്ടൊക്കെ നച്ചുമായിട്ടൊക്കെ ഇറങ്ങി പോകാനൊക്കെ പറ്റും എന്നുള്ളൊരു ഇതായിരുന്നു. സാരില്ല. പക്ഷേ ഇതിപ്പോൾ ഫ്രണ്ടിൽ തന്നെ കടലാണ്. ഇപ്പം ഇല്ല, കാണാമോ? ഇതൊക്കെ ഉണ്ടോ? ഫ്രണ്ടിൽ തന്നെ നമുക്ക് കടലാണ്. ഇത്രേ ഉള്ളൂ കേട്ടോ, റൂം ഇത്രേ ഉള്ളൂ. ഇത് ആക്ച്വലി ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ സ്റ്റേയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇട്ടുതരാം. വലിയ റേറ്റ് ഒന്നുമില്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വേറെ ഇട്ടുതരാം. അത് സെപ്പറേറ്റ്ലി ഞാൻ എല്ലാം കൂടെ വെച്ചിട്ട് പിക്സൊക്കെ വെച്ചിട്ട് ഞാൻ ബുക്ക് ചെയ്തതും എല്ലാം വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഏട്ടൻ്റെ സർപ്രൈസ് ഒന്ന് ശരിക്കും കാണട്ടെ. ഓക്കെ, ബൈ. പച്ചാത്തി കഴിക്കുക. പച്ചാത്തി ചപ്പാത്തിയാണ് ഉദ്ദേശിച്ചത്. ഞങ്ങളുടെ സ്റ്റേയില് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഫേവറേറ്റ് ഒരു മൊമെൻ്റാണ് ഇപ്പോൾ പോകുന്നത്. എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനൊരു ഡിം ലൈറ്റും ഇങ്ങനൊരു നല്ല കാറ്റും ഒക്കെ ഉള്ള സ്ഥലത്ത്. ഇതാണ് നല്ല ആംബിയൻസ് അല്ലേ. ഒന്നുമില്ല, ചുമ്മാ ഇങ്ങനെ പാറക്കല്ല് വെച്ചിട്ട് ഇതേ സീറ്റ് പോലെ ഉണ്ടാക്കിയിരിക്കുക വെറുതെ. നമ്മുടെ റെസ്റ്റോറൻറ്റ് ഇതായിരുന്നു. റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ വെറുതെ ഒരു ഏരിയ. പക്ഷെ നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. നല്ല കടൽക്കാറ്റും ഡിമ്മായിട്ടുള്ള ലൈറ്റും നല്ലൊരു ഫീല്. എ പെർഫെക്റ്റ് ഡേ ഫോർ എ വാലന്റൈൻസ് ഡേ. എ പെർഫെക്റ്റ് മൊമെൻറ്റ് ഫോർ എ വാലന്റൈൻസ് ഡേ. പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ആംബിയൻസും എല്ലാം കൊണ്ടും അടിപൊളി. എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ സർപ്രൈസ് കൊടുത്ത ആൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ചോദിക്കാം. ഇഷ്ടപ്പെട്ടോ? ഗിഫ്റ്റ് എന്താണ് ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്? എന്താണോ? താങ്ക് യു. ഇതെന്നാ? കമ്മലാണോ? താങ്ക് യു.
ഒരു ക്യൂട്ട് റിംഗ് ആണ്. കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല, പക്ഷെ ഐ ലൈക്ക് ഇറ്റ്. താങ്ക് യു. സുഖമാണി നിലാവ്, എന്ത് സുഖമാണി കാറ്റ്, അരികിൽ നീ വരുമ്പോൾ എന്തു രസമാണി സന്ധ്യ. ഇടവഴിയിൽ നാം ആദ്യം കണ്ടപ്പോൾ കുസൃതിയുമായി ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. എൻ്റെ സർപ്രൈസൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വർക്കൗട്ടായി. ഏട്ടൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്തായാലും ഈ സ്റ്റേയുടെ കാര്യം. അപ്പോൾ ഫൈനലി ഭയങ്കര ഒരു ഹാപ്പി എൻഡിങ് ആയി, ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ. ഇനി ഒരു സർപ്രൈസ് കൂടെ ഉണ്ട്. ഇപ്പോൾ ഏട്ടൻ കുളിക്കാൻ കയറിയേക്കുവാണ്. അപ്പോൾ ആ സർപ്രൈസ് എന്താണെന്നുള്ളത് ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് കസിൻസ് ഉണ്ട്. അവന്മാർ, അമ്മു, എൻ്റെ കസിൻസാണ്, എല്ലാവരും ഇങ്ങോട്ട് വരുന്നുണ്ട്. അതും ഏട്ടൻ അറിയത്തില്ല. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ട് നോക്കുന്നത് വേറെ ഒന്നല്ല കേട്ടോ. ഏട്ടൻ ഇറങ്ങി വരുന്നുണ്ടോ നോക്കുവാണ്. ആ അമ്മച്ചിറ്റ. അപ്പോൾ അവർ വരുന്നുണ്ട്. അവർ ലൊക്കേഷനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കിനും അവർ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ സർപ്രൈസാണത്. അപ്പോൾ അതുകൂടെ കാണിച്ചു തരാം. ആ സമയത്ത് ഏട്ടൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൂടെ നമുക്ക് കാണാം. So let's wait for that. എല്ലാം നമ്മൾ എടുക്കോളൂ നിർത്താം. സുമയായി കാണുന്നുണ്ട്, അത് എടുക്കണ്ടേ? അപ്പം ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. ബൈ ബൈ. 11 മണിയായി, ഞങ്ങൾക്ക് ചെക്കൗട്ട് ടൈമായി. അപ്പോൾ എല്ലാം കൊണ്ടും എൻ്റെ പ്ലാനൊക്കെ സക്സസ് ആയി. അതെ, അടിപൊളിയായിരുന്നു. ഒരു നല്ല ബർത്ത്ഡേ, ഇത്രയും നാള് ഉള്ളതിൽ ഏറ്റവും മനോഹരമായിട്ടൊരു ബർത്ത്ഡേ എനിക്ക് തന്നു. വളരെ താങ്ക് യു. ആക്ച്വലി ഞങ്ങളിപ്പം സ്റ്റേ ചെയ്യാൻ പറഞ്ഞില്ല, മറ്റടുത്ത് മെയിൻ്റനൻസ് വർക്ക് ആയതുകൊണ്ട് ഇവിടെ തന്നു. ഇതും പക്ഷെ കുഴപ്പമില്ല കേട്ടോ, ഇതും അടിപൊളിയാണ്. അപ്സ്റ്റേഴ്സ് ആണെന്നുള്ളത് ഞങ്ങൾക്ക് പേഴ്സണലി കുഞ്ഞുള്ളതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ എല്ലാം കൊണ്ടും ഇത് നല്ലതാണ്. ഇവിടെ അത്ര കത്തിയൊന്നുമില്ല കേട്ടോ. എല്ലാം കൂടി ഞങ്ങൾ ഇന്നലെ വൈകുന്നേരത്തെ ഫുഡ് കഴിച്ചു. ഇന്ന് രാവിലെ ഞങ്ങൾ അച്ഛന് വിശക്കുന്നതുകൊണ്ട് ഇവിടുന്ന് ഫുഡ് മേടിച്ചു കൊടുത്തു. പക്ഷെ അവരായിരുന്നു പൈസ മേടിച്ചിട്ടില്ല. രാത്രിത്തെ ഫുഡിൻ്റെ പൈസ മാത്രമേ അവരെടുത്തുള്ളൂ. അതും ചപ്പാത്തിയും കറിയും അതുപോലെ ഏട്ടൻ ചിക്കനും ഒക്കെ കഴിച്ച്. എന്നാലും എല്ലാം കൂടെ 500 താഴെ ആയിട്ടുള്ളൂ റേറ്റൊക്കെ. ഞങ്ങൾ വെച്ച് കുറച്ച് കത്തിയായിരിക്കും ഓർത്തെ, പക്ഷെ അത് ഇല്ല. പക്ഷെ രാവിലെ ഞങ്ങൾ അച്ഛന് ദോശയും സാമ്പാറും ഒക്കെ മേടിച്ചു കൊടുത്തു. നല്ല ടേസ്റ്റി ഫുഡും ആയിരുന്നു. എന്തായാലും അവരതിന് പൈസ എടുത്തില്ല. അതൊക്കെ സോ നൈസ്, സോ കൈൻഡ്. നല്ല ആൾക്കാരായിരുന്നു. കൊച്ചിന് വിശക്കുന്നത് പറഞ്ഞ് ഞങ്ങൾ മേടിച്ചാണ്. എന്തായാലും കൊള്ളാം അല്ലേ? കൊള്ളാൻ വെച്ചു. സൂപ്പറാണോ? കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് അപ്പുറത്തുനിന്ന് വന്നു. കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് അപ്പുറത്തുനിന്ന് വന്നു. അതും നല്ലായിരുന്നു. പുട്ടും പയറും പപ്പടവും ബ്രെഡും ജാമും ബട്ടറും എല്ലാം ഉണ്ടായിരുന്നു. നൈസ്. ഞങ്ങൾ പോകുകയാണ്. ടാറ്റാ ബൈ ബൈ. ഇനി ഞങ്ങൾ സുമയുടെ കയർത്താമസം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. മാറ്, ഇറങ്ങ്, നീ ഇറങ്ങടി.
സ്വർഗങ്ങളെ സ്വന്തമാക്കാൻ സർപ്രൈസിന്റെ രണ്ടാം ഘട്ടം. നിൻ വാക്കുകളിൽ ഞാൻ കേൾക്കുന്നെന്റെ സ്വരം. എങ്ങനെയുണ്ട് ഈ സർപ്രൈസ്? സ്നേഹമേ നീ കുടനിവർത്തി പൊൻവസന്തം. ഇതാണ് എൻ്റെ ഫ്രണ്ട് സുമയ്യ. ഇവളുടെ കെയർതാമസാണെന്ന് പറഞ്ഞാണ് ഞാൻ എൻ്റെ കെട്ടിയവന് ഒരുക്കി പെറുക്കി സർപ്രൈസ് ആക്കി വിടുന്നത്. അപ്പം എൻ്റെ ആ ഒരു സർപ്രൈസിന് ചുക്കാൻ പിടിച്ച ആളാണ് ഇരിക്കുന്നത്. ഇവളാണ് എനിക്ക് വോയിസ് മെസ്സേജ് അയച്ച ആളെ വിശ്വസിച്ച് തന്നത്. അപ്പൊ ഏട്ടന് സർപ്രൈസ് കൊടുക്കാൻ എന്നെ എല്ലാവിധ ഹെൽപ്പ് ചെയ്ത ആളാണ് ഇരിക്കുന്നത്. അവള് ബിസി. അവള് ഞങ്ങളെ സൽക്കരിച്ച തിരക്കിലാണ്. ഞങ്ങളൊന്നും കഴിക്കാത്തോണ്ട് എല്ലാം തിരിച്ച് പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ വർഷത്തെ ഏട്ടൻ്റെ ബർത്ത്ഡേ ആഘോഷങ്ങൾ സമാപിച്ചിരിക്കുന്നു. ശരിക്കും ഇതൊക്കെയല്ലേ ഒരു ലൈഫിൻ്റെ ഒരു രസം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കുറേ മൊമെൻറ്റ്സ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കൊരുപാട് പ്രിയപ്പെട്ട ആൾക്കാർക്ക് ഇങ്ങനെയുള്ള കുട്ടി കുട്ടി സർപ്രൈസുകൾ കൊടുക്കുക, അതുവഴി അവരുടെ സന്തോഷം കാണുക. ശരിക്കും എന്ത് രസമല്ലേ. എനിക്ക് ഇങ്ങോട്ട് സർപ്രൈസ് കിട്ടുന്നതിനേക്കാളും ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഭയങ്കരമാണ്. എന്നാലും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. ഏട്ടനും ഒത്തിരി എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നത്. സോ വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ ടു യു. ലവ് യു.